എഴുതിത്തീരും മുൻപേ ഇ.പി. ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന ഗ്രന്ഥം വിവാദമാവുന്നു. DC ബുക്സ് പ്രസിദ്ധീകരിക്കുമെന്ന് കരുതപ്പെടുന്ന പുസ്തകത്തിലെ ആനുകാലിക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളാണ് വിവാദമാവുന്നത്. പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നയാളാണ് ഇ.പി. ജയരാജനെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. ഇതുമൂലം അദ്ദേഹത്തിന് ധാരാളം സുഹൃത്തുക്കളും ശത്രുക്കളുമുണ്ട്. ഇ.പി. ജയരാജൻ പറയാത്ത കാര്യങ്ങളൊന്നും DC ബുക്സ് പുസ്തകത്തിൽ ചേർക്കുമെന്ന് കരുതുന്നില്ലെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. DC ബുക്സിന്റെ പാരമ്പര്യം അതാണ്. ഇപ്പോൾ ജയരാജൻ നിഷേധിക്കുന്നത് പാർട്ടിയുടെ സമ്മർദ്ദം മൂലമാണ്. മുൻപും ഇത്തരത്തിൽ ജയരാജൻ പറഞ്ഞ കാര്യങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. എന്നാൽ പുസ്തകത്തിലെ സത്യങ്ങൾ സത്യമായി തന്നെ നിൽക്കുമെന്നാണ് തന്റെ വിശ്വാസമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. ഇ.പി. ജയരാജൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന വ്യക്തിയാണ്. അതൊരു പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയാണ്. DC ബുക്സാണ് ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ജയരാജൻ പറയാത്ത ഒരു കാര്യം അവരത് ചേർക്കും എന്നെനിക്ക് വിശ്വാസവും ഇല്ല. കാരണം DC ബുക്സിൻ്റെ ക്രെഡിബിലിറ്റി ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. കിഴക്കേമുറി സാറ് മുതൽ ഇങ്ങോട്ട് DC രവി വരെയുള്ള ആളുകൾ ഈ കാര്യത്തിലൊക്കെ എടുക്കുന്ന ഒരു അന്തസ്സുറ്റ നടപടി നമുക്ക് മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇ.പി. ജയരാജൻ പറഞ്ഞത് തന്നെ. പിന്നെ പാർട്ടിയുടെ സമ്മർദ്ദം വന്നാൽ അദ്ദേഹം നിഷേധിച്ചുകൊണ്ടിരിക്കും. അത് പാർട്ടിയുടെ സമ്മർദ്ദം. ഇപ്പം മാത്രമല്ലല്ലോ ശ്രീ ഇ.പി. ജയരാജൻ നിഷേധിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് 2-3 പ്രാവശ്യം ഇതുപോലുള്ള സന്ദർഭം വന്നപ്പോഴൊക്കെ ശ്രീ ജയരാജൻ നിഷേധിച്ചു. എന്താ കാരണം? ആത്യന്തികമായ ഒരു പാർട്ടിക്കാരനാണ് അദ്ദേഹം. പാർട്ടിയിൽ നിന്നൊരു ഡയറക്ഷൻ കിട്ടിയാൽ അദ്ദേഹം അതങ്ങ് അംഗീകരിക്കും. CPM-ൽ നിന്നും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതൊന്നും എല്ലാ കാലത്തും മറച്ചുവെക്കാൻ കഴിയില്ല. താൻ ഇ.പി. ജയരാജന് അഭിവാദ്യങ്ങൾ നേരുന്നതായും അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയട്ടെ എന്നും തിരുവഞ്ചൂർ കോട്ടയത്ത് പറഞ്ഞു.